മനുഷ്യ മനസ്സിൽ വാക്കുകളെക്കാളേറെ കൂടുതൽ പതിയുന്നത് ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ സൂറത്തുൽ കഹ്ഫിലെ 4 പ്രധാന സംഭവങ്ങളാണ് വിവരിക്കുന്നത്. മശ്രിഖിൽ നിന്ന് മഗ്രിബിലേക്ക് യാത്ര ചെയ്ത ധീരനായ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് ദുൽഖർനൈനി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കിരീടം 2 കൊമ്പുകളടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ദുൽഖർനൈനി എന്ന പേര് ലഭിച്ചത്. ഈ രാജാവ് അള്ളാഹുവിലേക്ക് വളരെയധികം അടുത്തയാളും ഭയഭക്തിയുമുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹവും തൻ്റെ അനുയായികളും ലോകം മുഴുവനും ചുറ്റുന്നു. അവർ സഞ്ചരിച്ച് ആദ്യം ഒരു ഗുഹാനിവാസികളുടെ അടുക്കലേക്കെത്തുന്നു. അവരാണെങ്കിൽ പകൽ മുഴുവനും ഗുഹയുടെ അകത്തളങ്ങളിലും രാത്രി മുഴുവൻ ഗുഹയുടെ പുറത്തുമാണ് ചിലവഴിക്കുന്നത്. കാരണം അവർക്ക് ധരിക്കാൻ വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നഗ്നത മറക്കാനാണ് പകൽ മുഴുവൻ ഗുഹയുടെ അകത്തളങ്ങളിൽ അവർ ചിലവഴിക്കുന്നത്. അടുത്തതായി അവർ ഒരു കാഫിറായ കൂട്ടങ്ങളുടെ അടുക്കലേക്കാണ് എത്തുന്നത്. ആ സമയത്ത് അവരെ ശിക്ഷിക്കുമോ എന്നൊരു ചോദ്യം ദുൽഖർനൈനി രാജാവിനോട് ചോദിക്കുമ്പോൾ ഞാൻ ശിക്ഷിക്കാൻ അർഹനല്ലെന്നും അത് അള്ളാഹുവിന് വിട്ടുകൊടുത്തു എന്നും പറയുന്നു. അവസാനം അവർ 2 പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു സമുദായത്തിലേക്ക് എത്തുന്നു. അവർ സംസാരിക്കുന്നത് വളരെ മെല്ലെയായിരുന്നു. അവരുടെ ഭാഷ അവർക്കത്ര പിടികിട്ടാത്തതുമായിരുന്നു. നമ്മുടെ എതിർവശമുള്ള ഒരു കൂട്ടം, അതായത് യജൂജ് മജൂജ് എന്ന ഒരു സമുദായം നിരന്തരമായി ഉപദ്രവിക്കുന്നു, നമ്മുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, നമ്മളിൽപ്പെട്ട പല ആൾക്കാരെയും കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ട് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മതിൽ കെട്ടിത്തരാൻ സാധിക്കുമോ? ഞങ്ങളതിന് പ്രത്യുപകാരം ചെയ്തു തരാം. അപ്പോൾ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എനിക്ക് പ്രത്യുപകാരമൊന്നും ചെയ്തു തരേണ്ട, അതൊക്കെ എനിക്ക് അള്ളാഹു ചെയ്തു തരും. ശേഷം ദുൽഖർനൈനി രാജാവ് 20 മുഴം ഉയരവും 50 മുഴം വീതിയിലും ഒരു വലിയ മതിൽ കെട്ടിപ്പണിതുയർത്തുകയാണ്. ഇരുമ്പിൻ്റെ കട്ടകൾ മേൽക്കുമേൽ വെച്ച് പടുത്തുയർത്തി. ശേഷം രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിലേക്ക് തീ കത്തിക്കുക. അങ്ങനെ അവർ അതിലേക്ക് തീ കത്തിക്കുന്നു. വീണ്ടും രാജാവ് പറയുന്നു, ചെമ്പുരുക്കി കൊണ്ടുവാ. അങ്ങനെ അവർ ചെമ്പുരുക്കി കൊണ്ടുവന്ന് ആ 200 അടി ഉയരമുള്ള മതിൽക്കെട്ടുകളിലേക്ക് ഒഴിക്കുന്നു. ഒരാൾക്ക് അപ്പുറത്തേക്ക് കടക്കാനോ ഇപ്പുറത്തേക്ക് കടക്കാനോ സാധിക്കില്ല. അത്രമാത്രം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. മറ്റൊരു കഥയാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരുന്ന ഒരു സമുദായം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമുദായത്തുണ്ടായിരുന്ന രാജാവ് ബഹുദൈവ ആരാധനകളിൽ വിശ്വസിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിച്ചിരുന്നവരെ ക്രൂരമായി കൊല ചെയ്യുകയും അവരുടെ സമ്പത്തെല്ലാം കൊള്ളയടിക്കുകയും ചെയ്യുന്ന ക്രൂര നടപടികളാണ് രാജാവ് സ്വീകരിച്ചിരുന്നത്. ആ സമയത്തും അള്ളാഹുവിൽ ദൃഢവിശ്വാസമുള്ള 7 യുവാക്കൾ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ ദഖ്യാനുസ് രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ വിശ്വസിക്കാത്തത്? നിങ്ങളുടെ ദൈവം ആരാണ്? പ്രതാപകാലത്തുണ്ടായിരുന്ന നമ്മുടെ പഴയ ദൈവങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെ രാജാവ് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി, ഞങ്ങളുടെ ദൈവം ഈ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച ഏകനായ ഒരുവനാണ്, അവനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും വിഗ്രഹാരാധനയിലേക്ക് കടക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. യുവാക്കളായതുകൊണ്ട് തന്നെ രാജാവ് അവരുടെ സമ്പത്തെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, ഞാനൊരു യാത്ര പോവുകയാണ്, നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി നീട്ടിത്തരുന്നു. ഞാൻ വരുമ്പോഴേക്കും നിങ്ങൾ സത്യം മനസ്സിലാക്കി വിഗ്രഹാരാധനയിലേക്ക് കടക്കണം, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടും. അങ്ങനെ രാജാവ് യാത്ര പോയി. ഇവർ 7 പേരും ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളുടെ അഭിപ്രായ പ്രകാരം നാട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഒരു മലയിടുക്കിൽ പോയി അവിടെയുള്ള ഒരു ഗുഹയിൽ താമസിക്കുന്നു. ആ ഗുഹയിൽ അവർ അവരുടേതായ ആരാധനാ കർമ്മങ്ങളിൽ ജീവിക്കാൻ ആരംഭിക്കുകയാണ്. അവരുടെ കൂടെ ഒരു നായയുമുണ്ട്. ആ നായയെ ആട്ടിപ്പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്ന് ആ നായ പറഞ്ഞുകൊണ്ട് ആ ഗുഹാമുഖത്ത് കാവലിരിക്കുകയാണ്.
ദിവസങ്ങൾക്ക് ശേഷം രാജാവ് യാത്ര കഴിഞ്ഞു തിരിച്ചു വന്നു. ഈ 7 യുവാക്കൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടില്ലെന്നും അവർ നാടുവിട്ടു പോയി എന്നും ജനങ്ങൾ രാജാവിനോട് പറഞ്ഞു. ഉടനെ രാജാവ് അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ കൽപ്പിക്കുന്നു. ഇവർക്ക് ഭക്ഷണം കൊണ്ടുവരാനായി കൂട്ടത്തിലുള്ള തെലിംഹ എന്ന യുവാവ് കടയിലേക്ക് പോയപ്പോൾ കടക്കാരൻ രാജാവ് വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഉടനെ തെലിംഹ ഗുഹയിൽ പോയി കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഹാമുഖത്തേക്ക് ഒരു കാറ്റിനെ പറഞ്ഞയക്കുന്നു. അപ്പോൾ അവരെല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ അവരുടെ കണ്ണുകൾ തുറന്നു കിടക്കുന്നത് കണ്ടാൽ ഉറങ്ങിയ മനുഷ്യരെ പോലെ തോന്നിക്കില്ല. രാജാവും പടയാളികളും ഇവരെ അന്വേഷിച്ചു ആ ഗുഹാമുഖത്തും എത്തിയപ്പോൾ അവർ ഉറങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. പക്ഷേ കണ്ണുകൾ തുറന്നിരിക്കുന്നു. രാജാവ് ഉടനെ പുറത്തേക്ക് വന്ന് പടയാളികളോട് പറഞ്ഞു, ആ ഗുഹാമുഖം അടച്ചു കളയുക, അവർ ഭക്ഷണമൊന്നും കിട്ടാതെ മരിച്ചുപോയിക്കൊള്ളട്ടെ. അങ്ങനെ ആ സൈന്യം ഗുഹ അടക്കുന്നു. ആ സൈന്യത്തിലുണ്ടായിരുന്ന 2 പേർ മുസ്ലിമിൽപ്പെട്ട ആളുകളായിരുന്നത് കൊണ്ട് തന്നെ ഇവരെ എന്തിനാണ് അടച്ചിട്ടതെന്ന കാരണം അവർ പുറത്ത് ഒരു കല്ലിൽ രാജാവ് കാണാതെ എഴുതി വെക്കുന്നു. ശേഷം അവർ തിരിച്ചുപോയി. കാലങ്ങൾ കഴിഞ്ഞു. ഒരു ആട്ടിടയൻ അയാളുടെ ആടുകൾക്ക് വാസസ്ഥലം ഒരുക്കാൻ വേണ്ടി ആ ഗുഹയുടെ കല്ലുകൾ പൊളിച്ചു കളയുന്നു. ഈ ശബ്ദം കേട്ട് അവർ അറിയാതെ എഴുന്നേറ്റു. ശേഷം ഒരാൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് നേരം ഉറങ്ങിപ്പോയി. മറ്റൊരാൾ പറഞ്ഞു, ഇല്ല, നമ്മൾ അതിലേറെ ദിവസങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞു, ഇല്ല, നമ്മൾ കുറച്ച് സമയം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ അവർക്ക് പലതരത്തിലാണ് ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ തെലിംഹ പതിവ് പോലെ ഭക്ഷണം വാങ്ങാൻ കടയിലേക്ക് പോയി. കടയിലെത്തി ഭക്ഷണം വാങ്ങി നാണയം കൊടുക്കുമ്പോഴാണ് കടക്കാരൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ശേഷം കടക്കാരൻ ചോദിക്കുന്നു, ഇത് 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ദക്യാനുസ് രാജാവിന്റെ കാലത്തെ നാണയമാണ്. ഇതിപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അദ്ദേഹം അവരുടെ കഥ പറഞ്ഞു കൊടുക്കുന്നു. കാലം ഒരുപാട് മാറി. 300 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ബൈദറൂസ് എന്ന രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന രാജാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ അള്ളാഹു ചോദ്യം ചെയ്യാൻ വേണ്ടി ജീവിപ്പിക്കുക എന്നാണ് അവർ വാദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിൽ വിശ്വസിച്ചിരുന്നില്ല. രാജാവ് അള്ളാഹുവിനോട്, അള്ളാഹുവേ, നീ ഇവർക്ക് മറുപടി കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തം കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഗുഹാമുഖത്തുള്ള ആളുകളെ കുറിച്ച് രാജാവ് അറിയുന്നത്. അപ്പോൾ തന്നെ രാജാവ് തൻ്റെ ഭടന്മാരെയും കൂട്ടി ഗുഹാമുഖത്തേക്ക് പോയി. അവിടെയുള്ള ആ 7 പേർ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. ഇത് രാജാവിന് തൻ്റെ വാദം തെളിയിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൊന്നായി എടുത്തു പറഞ്ഞു. ഇത് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകുകയും അള്ളാഹുവിൽ അർപ്പണമായി വിശ്വാസം കൊണ്ട് നടക്കുന്നവർക്ക് ഏത് ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുന്ന വലിയൊരു പാഠമാണ്. മറ്റൊരു കഥയാണ് മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ബനു ഇസ്രായേലിലെ അനുചരരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരുപാട് കാര്യങ്ങളും അത്ഭുതങ്ങളുമാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മൂസാ നബിയുടെ അറിവിൽ വളരെ ആകൃഷ്ടരായ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിവുള്ള ആൾ അങ്ങാണോ എന്ന്. അപ്പോൾ മൂസാ നബി ഉടനെ മറുപടി പറയുന്നു, അതെ, ഞാൻ തന്നെയാണ്. പക്ഷേ മൂസാ നബി അത് പറഞ്ഞതോടുകൂടി ചില യാഥാർത്ഥ്യങ്ങളെ മൂസാ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശം അള്ളാഹുവിന് ഉണ്ടാകുന്നു. അങ്ങനെയാണ് മൂസാ നബിയെ വഹി നൽകി ഒരു യാത്ര പറഞ്ഞയക്കുന്നത്. എൻ്റെ ഒരു ഇഷ്ടദാസൻ ഒരു കടലിന്റെ സമീപത്തായി ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അങ്ങ് പോകണം. ശേഷം അവരുടെ അറിവിൽ നിന്ന് ചിലത് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖിളർ നബിയുടെ അടുക്കലേക്ക് മൂസാ നബിയെയും യൂഷാ നബിയെയും അള്ളാഹു അയക്കുന്നത്. അവരുടെ കൂടെ ഒരു കുട്ടയിൽ അവർക്ക് ഭക്ഷിക്കാൻ പാകമായ ഉപ്പ് ചേർത്തിട്ടുള്ള ഒരു മത്സ്യം കൂടെ കൊണ്ടുപോകാൻ അള്ളാഹു കൽപ്പന നൽകിയിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ അവർ 2 പേരും കടൽ തീരത്തിലൂടെ യാത്ര തുടങ്ങി. അള്ളാഹു മൂസാ നബിയോട് തൻ്റെ കയ്യിലുള്ള മത്സ്യം എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെയാണ് എൻ്റെ ആ അടിമ താമസിക്കുന്നത്, അവിടെ വെച്ച് അവരെ കണ്ടുമുട്ടണം, എന്നിട്ട് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ 2 പേരും ഒരുപാട് ദൂരം കടലിൻ്റെ സമീപ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച് മൂസാ നബി യൂഷാ നബിയോട് അല്പനേരം വിശ്രമിച്ചു പോകാം എന്ന് പറയുന്നു. അങ്ങനെ അവർ 2 പേരും പാറയുടെ സമീപത്തായി അല്പം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ യാത്ര ആരംഭിക്കുകയാണ്.
അപ്പോഴാണ് മൂസാ നബി നമ്മൾ കൊണ്ടുവന്ന മത്സ്യം കഴിക്കാമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഉടനെ യൂഷാ നബി പറയുന്നുണ്ട്, നമ്മുടെ വഴിയുടെ പകുതി എത്തിയപ്പോഴേക്കും ആ മത്സ്യം നഷ്ടപ്പെട്ടിരുന്നു. ഞാനത് പറയാൻ വരുമ്പോഴേക്കും ശൈത്താൻ എന്നെ മറപ്പിച്ചു കളഞ്ഞു. അപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, സാരമില്ല, നമുക്കത് തിരഞ്ഞു പോകാമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നടന്ന വഴിയിലൂടെ തിരിച്ചു നടക്കുകയാണ്. പകുതി എത്തിയപ്പോൾ ഒരു കടലിന്റെ സമീപത്തായിട്ട് വളരെ നനവേറിയ ഒരു പ്രദേശത്ത് നിന്ന് കാറ്റ് വഴി വെള്ളം തെറിക്കുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം തട്ടി മത്സ്യത്തിന് ജീവൻ നൽകുകയും മത്സ്യം ആ കടലിലേക്ക് തന്നെ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അള്ളാഹു തങ്ങൾക്കായി കരുതി വെച്ച ആ വലിയ മനുഷ്യൻ ഇവിടെയാണ് എന്ന് മൂസാ നബി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അദ്ദേഹത്തെ അന്വേഷിക്കുന്നതിനിടയിൽ പുറത്ത് ആരാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മൂസാ നബി, ഞാൻ പ്രവാചകനാണ്, എന്നെ അള്ളാഹു ഇവിടേക്ക് അയച്ചതാണെന്നും അങ്ങയുടെ അറിവിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരണമെന്നും അങ്ങയുടെ കൂടെ ഒരുപാട് കാലം എനിക്ക് ജീവിച്ച് അങ്ങയുടെ അറിവിൽ നിന്ന് ഒരുപാട് നേടിയെടുക്കണം എന്നൊക്കെ മറുപടി പറയുന്നു. അങ്ങനെ ഖിളർ നബിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഖിളർ നബി മൂസാ നബിയോട് എൻ്റെ കൂടെ നിൽക്കാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ മൂസാ നബിയുടെ അറിവിനോടുള്ള ആ താല്പര്യം കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അങ്ങയുടെ കൂടെ ഒരുപാട് കാലം സഹവസിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഖിളർ നബി അതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയാണ്. കപ്പലിലുള്ളവർ നിങ്ങൾ എവിടേക്കാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, അടുത്തുള്ള സമീപ പ്രദേശത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്, അവിടെ ഞങ്ങളെ ഇറക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖിളർ നബിയെ കണ്ടപാടെ കപ്പൽ ജോലിക്കാർ അദ്ദേഹം നല്ല മനുഷ്യനാണെന്നും അദ്ദേഹത്തിന് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അത് കണ്ട് തന്നെ കാര്യമായിട്ട് പൈസയൊന്നും ഈ കപ്പൽ ജോലിക്കാർ വാങ്ങുന്നില്ല. ഇത് മൂസാ നബിയെ വളരെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ കടലിലൂടെയുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഖിളർ നബി ഒരു കോടാലി പോലുള്ള ഒരു സാധനമെടുത്ത് കപ്പലിലെ ഒരു പലക ഇളക്കി മാറ്റുന്നു. അപ്പോൾ മൂസാ നബി ഇത് കണ്ട് സഹിക്കാനായില്ല. വെള്ളം അകത്തേക്ക് കയറില്ലേ, അങ്ങ് ഞങ്ങളെ മുക്കിക്കൊല്ലുമോ? വളരെ നല്ല കപ്പലായിരുന്നു, അവർ നമുക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല, അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണോ അങ്ങ് ഇത് ചെയ്തത് എന്ന് മൂസാ നബി ചോദിക്കുന്നു. എന്നാൽ കപ്പൽ ജീവനക്കാർ ഖിളർ നബിയോട് ഒന്നും ചോദിച്ചില്ല. കാരണം അദ്ദേഹത്തിലുള്ള വ്യക്തി പ്രഭാവത്തിൽ വളരെ ആകൃഷ്ടരായിരുന്നു. അപ്പോൾ മൂസാ നബിയോട് ഖിളർ നബി പറയുന്നു, ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, എൻ്റെ കൂടെ അങ്ങേക്ക് സഹിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ മൂസാ നബി പറയുന്നു, ഇല്ല, ഇനി ഇത് ആവർത്തിക്കില്ല, നമുക്കിനിയും മുന്നോട്ട് പോവാം, എനിക്ക് അങ്ങയുടെ അറിവിൽ നിന്ന് ഒരുപാട് ആവശ്യമുണ്ട് എന്ന് മൂസാ നബി പറഞ്ഞുകൊണ്ട് അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ഒരുപാട് മുന്നോട്ട് പോയി. അവർ ഒരു ഗ്രാമത്തിൽ കപ്പലിറങ്ങി. അല്പദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ഒരുപാട് കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട്. അതിലൊരു കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് ഖിളർ നബി ഒരു കാരണവുമില്ലാതെ വളരെ മൃഗീയമായി കൊന്നുകളയുകയാണ്. ഇതിൽ സഹിക്കവയ്യാതെ മൂസാ നബി, അങ്ങ് എന്തിനാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞതെന്ന് കടുത്ത സ്വരത്തിൽ ചോദിക്കുന്നു. ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ അങ്ങയോട് പറഞ്ഞിരുന്നു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ യാത്ര സാധ്യമല്ല, എൻ്റെ കൂടെ സഹിച്ചു നിൽക്കാൻ അങ്ങേക്ക് പറ്റില്ല, അങ്ങയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വന്നതെന്ന് ഖിളർ നബി പറയുന്നു. ഇനി ഇത് ആവർത്തിക്കില്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്ന ഉറപ്പിന്മേലാണ് ഖിളർ നബിയും മൂസാ നബിയും യാത്ര തുടരുന്നത്. അങ്ങനെ വീണ്ടും അവർ മുന്നോട്ട് പോകുന്നു. അവസാനം ഒരു ഗ്രാമപ്രദേശത്തേക്ക് എത്തുന്നു. അവർക്ക് വളരെ വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഖിളർ നബി അവിടുത്തെ ആളുകളോട് ഭക്ഷണം ചോദിക്കുന്നു. പക്ഷേ ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം നൽകുന്നില്ല. ഇത് വളരെ അപരിചിതമാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോയി. ആ സമയത്ത് അവിടെ തകർന്നു കിടക്കുന്ന ഒരു മതിൽ കാണുകയാണ്. അത് പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. വളരെ ശോചനീയമായത് കൊണ്ട് തന്നെ ഖിളർ നബി ആ മതിൽ കെട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ പണി മുഴുവനും അവസാനിപ്പിച്ചപ്പോൾ മൂസാ നബി ചോദിക്കുന്നു, ഇതിന് പ്രതിഫലമായി വല്ലതും ആവശ്യപ്പെടാമായിരുന്നു. അപ്പോൾ ഖിളർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇത് നമ്മുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു വേർപിരിയലാണ്, ഇനി നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേർപിരിയുന്നു. ആ സമയത്ത് ഖിളർ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് താൻ ചെയ്ത കാര്യങ്ങളുടെയെല്ലാം വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമായി നമ്മൾ കയറിയത് ഒരു കപ്പലിലാണ്. അത് വളരെ മിസ്കീനായി ജീവിക്കുന്ന ആളുകളുടെ കപ്പലായിരുന്നു. നമ്മളിപ്പോൾ അവരുടെ കൂടെ ഈ യാത്ര ചെയ്ത് എത്തിപ്പെടുന്നത് ഒരു രാജാവിൻ്റെ നാട്ടിലേക്കാണ്. ആ നാട്ടിലേക്ക് വരുന്ന നല്ല കപ്പലുകളെയെല്ലാം ആ രാജാവ്
പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത വരുത്തണം എന്നതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കപ്പലിൽ നിന്നുള്ള ഒരു പലക എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ ആ രാജാവ് ഇവരുടെ കപ്പൽ എടുക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ഖിളിർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന് വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, എങ്കിൽ നമ്മൾ ആ കൊന്നുകളഞ്ഞ ആ കുട്ടിയുടെ കാര്യത്തിലുള്ള വിശദീകരണം എന്താണ്? അപ്പോൾ ഖിളിർ നബി പറഞ്ഞു, അവന്റെ ഉപ്പയും ഉമ്മയും വളരെ നല്ലവരായ ആളുകളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നവർ. പക്ഷേ ആ കുഞ്ഞ് വളർന്നു വലുതായാൽ അവരെ നരകത്തിൽ എത്തിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ദുഷിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞാണത്. അതുകൊണ്ടാണ് ഇവനെ ഇപ്പോൾ തന്നെ ഞാൻ കൊന്നുകളഞ്ഞത് എന്ന് പറയുന്നു. അതുകൊണ്ട് അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിലെത്താനുള്ള ഒരു കാരണമായി മാറിയെന്ന് മൂസാ നബിയോട് പറഞ്ഞപ്പോൾ മൂസാ നബി അത്ഭുതപ്പെടുകയാണ്. ആ സമയത്ത് മറ്റൊരു അത്ഭുത കാര്യം കൂടെ നടക്കുന്നുണ്ട്. കപ്പലിൽ നിന്ന് ഒരു കിളി പുറത്തേക്ക് പോയി കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊക്കിൽ ഊറ്റിയെടുക്കുകയും തിരിച്ച് കപ്പലിലേക്ക് തന്നെ കയറി വരികയും ചെയ്യുന്നു. അപ്പോൾ ഖിളിർ നബി മൂസാ നബിയോട് പറയുന്നുണ്ട്, ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ അറിവിൽ നമ്മൾ സ്വീകരിക്കുന്ന അറിവ്. ഇത് കടൽ പോലെ വിശാലമായ ഒന്നാണ്. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അറിവ്. അത് കടൽ പോലെ വിശാലമായ ഒന്നാണ്. അതിലൊരു കിളി കൊക്ക് കൊണ്ട് എത്ര കൊത്തിയെടുക്കുന്നുണ്ടോ അത് മാത്രമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. ബാക്കി അത്രത്തോളവും വിശാലമായ വിജ്ഞാനമാണ്, അത് പരന്നു കിടക്കുകയാണ് എന്നൊരു വലിയ പാഠം ഖിളിർ നബി മൂസാ നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് അവർ മതിൽ പണിത ആ ഗ്രാമത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു അനാഥരായ കുഞ്ഞുങ്ങളുടെ വീടാണ്. അവർ വളരെ പട്ടിണിയിലാണ് കഴിയുന്നത്. അവർക്കിപ്പോൾ അവരുടെ 7 തലമുറക്ക് മുമ്പ് ഒരു നല്ലവരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ നേരെയുള്ള മാതാപിതാക്കളല്ല അത്, 7 തലമുറക്ക് മുമ്പുള്ള മാതാപിതാക്കളാണ്. അവർ ചെയ്ത സൽക്കർമ്മം കാരണമാണ് ഞാൻ ഈ പണി ചെയ്തത്. അവരെ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി ഈ മതിലിൻ്റെ അടിയിൽ ഒരുപാട് ധനം ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ മാതാപിതാക്കൾ അവർക്ക് ശേഖരിച്ചു വെച്ചിരുന്ന ധനം ആർക്കും കൈവശപ്പെടാതിരിക്കാനാണ് ഞാൻ ആ മതിൽ പണിതത് എന്ന് ഖിളിർ നബി മൂസാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ അത്ഭുതമായ ഒരുപാട് വിജ്ഞാനങ്ങൾ അവർക്ക് ഖിളിർ നബി അലൈഹിസ്സലാമിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതോടെ മൂസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നും അത് നമ്മൾ ഒരുപാട് പഠിക്കണം എന്നും ആ ഇൽമിൽ ഒരുപാട് വ്യാപൃതരാകണമെന്ന പാഠമൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിന് ഈ ഒരു ചെറിയ യാത്ര കൊണ്ട് ലഭിക്കുകയാണ്. അത് പഠിക്കാൻ തന്നെയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിളിർ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചത്. മറ്റൊന്നാണ്, ഒരു നാട്ടിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരുത്തന് അള്ളാഹു കരുണയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും വലിയ 2 തോട്ടങ്ങൾ നൽകുകയും ചെയ്തു. ആ തോട്ടം മുഴുവനും മുന്തിരിവള്ളികളും ഈന്തപ്പനകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 2 തോട്ടത്തിന്റെ നടുവിലൂടെ തെളിനീരുള്ള ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഫലങ്ങൾ കായ്ച്ചു കുലുങ്ങി നിൽക്കുന്നു. ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സമ്പത്ത് കൂടിയപ്പോൾ അയാളുടെ ഹൃദയവും മാറി. അവൻ തന്റെ പാവപ്പെട്ട സുഹൃത്തിന്റെ അടുക്കലേക്ക് ചെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു, എന്റെ തോട്ടങ്ങൾ നോക്കൂ, ഇതിനേക്കാൾ വലിയ സമ്പത്ത് ആർക്കുണ്ട്? ഇതൊരിക്കലും നശിക്കില്ല. ഖിയാമത്ത് എന്നൊന്ന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അഥവാ വന്നാലും ഇതിനേക്കാൾ നല്ലത് എൻ്റെ റബ്ബ് തരും. ഇത് കേട്ടപ്പോൾ സുഹൃത്ത് വേദനയോടെ പറഞ്ഞു, നിന്നെ ആദ്യം മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, ശേഷം ഒരു തുള്ളി വെള്ളത്തിൽ നിന്നും. നിന്നെ സൃഷ്ടിച്ചവനെ നീ നിഷേധിക്കുകയാണോ? എൻ്റെ റബ്ബ് അള്ളാഹു മാത്രമാണ്, ഞാൻ അവന് പങ്കു ചേർക്കുന്നില്ല. നീ തോട്ടത്തിൽ കാൽ കുത്തിയപ്പോൾ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാത്തതെന്തേ? എന്നാൽ ധനികൻ ഈ ഉപദേശം ചെവിക്കൊണ്ടില്ല, അതിനെ പാടെ അവഗണിച്ചു. ഇതെല്ലാം എൻ്റെ സ്വന്തം അധ്വാനവും എൻ്റെ കഴിവുമാണെന്ന അഹങ്കാരത്തിൽ തന്നെ നിന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള കാഴ്ച കണ്ട് അവൻ ഞെട്ടി. തോട്ടം മുഴുവനും മറിഞ്ഞിരിക്കുന്നു. മുന്തിരിവള്ളികൾ ഉണങ്ങി, അരുവികൾ വറ്റി. അവൻ ചിലവഴിച്ചതൊക്കെ പാഴായിപ്പോയിരിക്കുന്നു. അപ്പോൾ അവൻ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഞാൻ എൻ്റെ റബ്ബിന് ആരെയും പങ്കു ചേർക്കാതിരുന്നെങ്കിൽ.
അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, കൊടുക്കുന്നതും എടുക്കുന്നതും ഉയർത്തുന്നതും താഴ്ത്തുന്നതുമൊക്കെ അള്ളാഹു മാത്രമാണ്. പക്ഷേ ആ തിരിച്ചറിവെത്തുമ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു.